അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാന് നേരെ നടത്തുന്ന യുദ്ധത്തിൽ ഇപ്പോൾ റഷ്യ ഇടപെടുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് പരോക്ഷമായി പിന്തുണ നൽകിയാണ് റഷ്യയുടെ ഇടപെടൽ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നേരെ ആക്രമണം നടത്താൻ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയായ ഇറാനെ സഹായിക്കുന്നതിനായി റഷ്യ ഇൻ്റലിജൻസ് വിവരങ്ങൾ നൽകുന്നുണ്ടെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ ഇറാനോടുള്ള പിന്തുണ എങ്ങനെ ആയിരിക്കും എന്നത് ഇതുവരെ പൂർണ്ണമായും വ്യക്തമായിരുന്നില്ല. കഴിഞ്ഞയാഴ്ച അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനിയൻ സൈന്യത്തിന് അമേരിക്കൻ സേനയെ കണ്ടെത്താൻ സാധ്യമാകുന്നില്ലെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം കുവൈത്തിൽ നടന്ന ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പോർട്ട് ഷുവൈബയിലെ കമാൻഡ് സെൻറ്ററിലാണ് ഇറാൻ്റെ ഡ്രോൺ വന്ന് വീണത്. ഇറാന് സൈനിക നിലവാരമുള്ള ഉപകരണങ്ങൾ കുറവാണെന്നും സ്വന്തമായി ഉപഗ്രഹ ശേഖരം ഇല്ലെന്നും അതേസമയം റഷ്യയുടെ നൂതനമായ ബഹിരാകാശ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇറാനെന്നും റഷ്യൻ സൈനിക വിദഗ്ധനായ ഡാര മാസിക്കോട്ട് പ്രതികരിച്ചിരുന്നു. ഇറാന് എയർലി വാർണിംഗ് റഡാറുകളിലും ഓവർ ദ ഹൊറിസൺ റഡാറുകളിലും വളരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കുന്നതായും ഡാര മാസിക്കോട്ട് പറയുന്നു. ഇതെല്ലാം റഷ്യയുടെ സഹായങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഇറാൻ പലപ്പോഴും വ്യോമ പ്രതിരോധം ഭേദിക്കുന്നു എന്ന് ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം പഠിക്കുന്ന നിക്കോൾ ഗ്രൈജേവ്സ്കി പറയുന്നു. കഴിഞ്ഞ വർഷം ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തെ അപേക്ഷിച്ച് ഇറാൻ്റെ ആക്രമണങ്ങൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി പറയുന്നത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രത്യാക്രമണം ഓരോ ദിവസവും കുറഞ്ഞു വരുന്നു എന്നാണ്. അവരുടെ നാവികസേന നശിപ്പിക്കപ്പെടുന്നു, അവരുടെ ഉൽപ്പാദനശേഷി തകർക്കപ്പെടുന്നു, അവരുടെ ഏജൻസികൾക്ക് കാര്യമായ ചെറുത്തുനിൽപ്പ് നടത്താൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. റഷ്യക്ക് ഇറാനുമായി ദീർഘകാലമായുള്ള നയതന്ത്ര വ്യാപാര സൈനിക ബന്ധങ്ങളുണ്ട്. കൂടാതെ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്നതിനെ യാതൊരു തെളിവും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ആക്രമണങ്ങളെ റഷ്യയും ചൈനയും ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ചൈനയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഘർഷം റഷ്യക്ക് ഒരു അപ്രതീക്ഷിത മുന്നേറ്റമാണ്. അവരുടെ എണ്ണ വാതക ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യം ഗണ്യമായി വർദ്ധിക്കുകയും സമീപ വർഷങ്ങളിൽ ഉക്രൈനെതിരെയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളാൽ തകർന്ന കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തു. സാമ്പത്തികമായി റഷ്യ മുന്നേറുന്ന കാഴ്ച കൂടിയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. റഷ്യ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഇറാന് അമേരിക്കയുടെ റഡാർ കേന്ദ്രങ്ങൾ, യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് കൂടുതൽ സങ്കീർണമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ്റെ സ്വന്തം ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള താൽക്കാലിക സൈനിക സൗകര്യങ്ങളും ഇതിലൂടെ ഇറാൻ സേനയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ ഉപഗ്രഹ നിരീക്ഷണ ശേഷിയാണ് ഇറാനെ സഹായിക്കുന്ന പ്രധാന ഘടകം എന്ന് വിദഗ്ധർ പറയുന്നു. റഷ്യയുടെ ഏകദേശം 110 സൈനിക ഉപഗ്രഹങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഇറാന് ഏകദേശം 13 ഉപഗ്രഹങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഇനി കൂടുതൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യത ഏറെയാണ്. കൂടാതെ അമേരിക്കൻ സൈനിക ആശയവിനിമയങ്ങൾ നിരീക്ഷിച്ച് അവരുടെ സൈനിക വിന്യാസങ്ങൾ മനസ്സിലാക്കാനും ഇതുവഴി ഇറാന് സാധിക്കും. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ചൈന നേരിട്ടുള്ള സൈനിക സഹായം നൽകിയിട്ടില്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. എങ്കിലും യുദ്ധം നീണ്ടുപോകുന്ന പക്ഷം റഷ്യയും ചൈനയും നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.